ആതിഥ്യ മര്യാദ നമ്മൾ ആരിൽ നിന്ന് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ കശ്മീരികളിൽ നിന്ന് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കാനും ആദരിക്കാനും അതുപോലെ സ്വീകരിക്കാനും സാധിക്കുന്നത് കശ്മീരികൾക്കാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാനൊരു എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഗ്രാമത്തിൽ പോയി അവിടെ 2-3 ദിവസം തമ്പടിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് ആ ഗ്രാമത്തിലെ പല വീടുകളിലും കയറി ഇറങ്ങി മെല്ലെ കുറഞ്ഞ വീഡിയോകളൊക്കെ പകർത്തിയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് പുറത്തു പോയപ്പോൾ എന്നെ വിളിക്കുന്നു. ഈ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഇവിടുത്തെ എല്ലാവരും എന്നോട് പരാതി പറയുകയാണ്, നിങ്ങളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലല്ലോ, സ്വീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് കയറി പോവുക മാത്രമാണ് ചെയ്തത്, ഒരു ചായ കുടിച്ചില്ലല്ലോ. അങ്ങനെ പരാതിപ്പെടുന്ന മനുഷ്യരെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഹൃദയ വിശാലത എത്രത്തോളം ഉണ്ടായിരിക്കും. അതൊരു ആതിഥ്യ മര്യാദ സത്യത്തിൽ ഈ ഗ്രാമങ്ങളിൽ നിന്ന്, കശ്മീരിൽ മാത്രമല്ല, കശ്മീരിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് അത് അത്രമേൽ എനിക്ക് അനുഭവിക്കാനായതുകൊണ്ടാണ്. ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് നേരിട്ട് അനുഭവിക്കാനാകും. ഒരു കവിതയുണ്ട്, എ കോഹെ ബുലന്ദ് എ ബറഫ് കി ചാദർ എ വാദി എ ദിൽകഷ് എ ഹസീൻ മൻസർ. അതൊരു ദീർഘമായ കവിതയാണ്. അതിൽ പറയുന്നത് ഈ മലമുകളിലൊക്കെ ഈ താഴ്വരകളൊക്കെ മഞ്ഞു പെയ്യുന്നതോടുകൂടെ കശ്മീരിൽ അവർക്കൊരു സമാധാനം വരുന്നു എന്നാണ് ആ കവിത പറഞ്ഞു വെക്കുന്നത്. ഒരു ദീർഘമായ കവിതയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഒരു നെരിപ്പോട് കയ്യിലേന്തി അങ്ങനെ നടക്കുന്ന ഒരു രസകരമായ കാഴ്ചയാണത്. ഒന്ന് അവരുടെ ഈ ഒരു തണുപ്പുകാല വസ്ത്രമുണ്ട്, ഫെറൻ. ഈ ഫെറൻ എന്ന് പറയുന്നത് ഒരു കട്ടി വസ്ത്രമാണ്, കട്ടിയുള്ള ഒരു പുതപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന വസ്ത്രമാണ്. അതിനകത്ത് കയറിയാൽ തന്നെ നല്ലൊരു ചൂട്, ഒരു സുഖമുള്ള ചൂട് നമുക്കിതിന് അനുഭവപ്പെടും. അപ്പോൾ അതിനുള്ളിൽ ഈ കൈ ഇതിലൂടെ അകത്തേക്കിട്ട് അതിനകത്ത് ഇതിന് പറയുന്ന പേര് കാങ്കടി എന്നാണ്. അതിൽ കുറഞ്ഞ കനലുകളൊക്കെ വെച്ചാൽ നമുക്ക് ശരീരത്തിനകത്തേക്കൊരു ഇളം ചൂടിങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അത് അവരുടെ ഒരു ജീവിതശൈലിയാണ്. താഷ്തിനാർ എന്നാണ് അത്ര അതിന് പറയാറുള്ളത്. താഷ്തിനാർ എന്ന പ്രയോഗം 2 രീതിയിൽ പറയാറുണ്ട്. താഷ്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ബൗൾ, ഒരു പിഞ്ഞാണം എന്നൊക്കെയാണ്. നാർ എന്ന് പറഞ്ഞാൽ തീ, അപ്പോൾ ഒരു അഗ്നി പിഞ്ഞാണം എന്നൊക്കെ പറയുന്ന ഇതാണ് പിന്നീട് കാങ്കടി എന്ന പേരിലേക്ക് വന്നത് എന്നാണ് ചരിത്രം പറയുന്നത്.